Hello. Assalamu alaikum. It's me Shamsin. Hope you all are doing good. ഇന്നൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഈ ബ്രൗണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട ഒരു കിടുക്കൻ ബ്രൗണി ഉണ്ടാക്കി വെക്കാം. വയോ. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ചോക്ലേറ്റാണ് എടുക്കുന്നത്. ഇത് 500 ഗ്രാമിൻ്റെ ആണ്. അപ്പം നമുക്ക് ഇത്രയും പാർട്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇതിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പം കറക്റ്റ് നമുക്ക് ആ 400 ഗ്രാമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടർ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുത്താൽ അത് അവിടെ നിന്ന് മെൽറ്റ് ആയിക്കോളും. ആ ടൈം കൊണ്ട് നമുക്കിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് കൊക്കോ പൗഡറാണ്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഉപ്പ് വേണം. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമുക്കിവിടെ ഓവൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ്സ് മുന്നേ നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം ഈ സമയം അത് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നല്ലോ ഒരു ചോക്ലേറ്റ്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓവനിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂട് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മുട്ട വേണം. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു സൈസിലുള്ള മുട്ട. ഞാനിവിടെ ചെറിയ സൈസായതിനെ കൊണ്ട് തന്നെ, വലിയ സൈസാണെങ്കിൽ നമുക്ക് 6 മുട്ട മതിയാവും. ഞാനിവിടെ ചെറിയ സൈസായതിനെ കൊണ്ട് 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 2 kg വെയിറ്റ് വരുന്ന ബ്രൗണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനെക്കൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ്, അളവ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് വാനില എസൻസ് വേണം. അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ നോർമലി കേക്ക്സിൽ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ ഇതിന് അത്രയും ഫ്ലഫി ആയി ബീറ്റ് ചെയ്യേണ്ടതില്ല. ഇതിലേക്ക് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് 1.5 കപ്പാണ്. അപ്പം ഇപ്പോൾ 1 കപ്പ് ഞാൻ കുറേശ്ശായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്യുക അങ്ങനെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് ഫ്ലഫി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബ്രൗണിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഇട്ട പഞ്ചസാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നാൽ മതിയാകും കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ ചോക്ലേറ്റിൻ്റെ മിക്സ്, അത് ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. നല്ല സ്ലോലി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം എല്ലാം നല്ല എല്ലാം അതിൽ മിക്സായിട്ട് വരണം. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക. ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 2 kg വെയിറ്റ് വരുന്ന സ്ക്വയർ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അവനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബേക്കാവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ ബ്രൗണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല. അപ്പം ആ ഒരു മേൽഭാഗം ക്രിസ്പി ആയി പോവും. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ചൂട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രൗണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഓക്കെ, ബൈ.